മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. റോഡുകളുടെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഞങ്ങൾ ഈ വിഷയം സൂചിപ്പിച്ചത് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട റോഡുകൾ ഈ ചിത്രങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ 50-ലധികം പ്രധാനപ്പെട്ട റോഡുകളാണ് ഈ നഗരസഭാ കൌൺസിൽ യോഗത്തിലായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം അരങ്ങേറിയത്. പ്ലക്കാർഡുകളും ഏന്തിയായിരുന്നു പ്രതിപക്ഷ കൌൺസിലർമാർ തങ്ങളുടെ പ്രതിഷേധം കൌൺസിൽ യോഗത്തിൽ അറിയിച്ചത്. റോഡുകൾ ഗതാഗതയോഗ്യമല്ലാത്ത സാഹചര്യവും പൊട്ടിപ്പൊളിഞ്ഞ ദൃശ്യങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്ലക്കാർഡിൽ പ്രദർശിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബി.എം. ഇതു സംബന്ധിച്ച് കൌൺസിൽ യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. നമ്മുടെ പൊന്നാനി നഗരസഭയിലെ വിവിധ റോഡുകൾ, പ്രധാനപ്പെട്ട 50ഓളം റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് പ്രധാനപ്പെട്ട റോഡുകളാണ് 50 എണ്ണം. അതിനപ്പുറത്തേക്ക് ചെറിയ റോഡുകളുടെ കാര്യം പറയേണ്ടതില്ല. അത്രമാത്രം വലിയ പ്രയാസത്തിലാണ് പൊന്നാനിയിലെ വിവിധ വാർഡുകളുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ റോഡുകളും ഉടൻ തന്നെ ശരിയാക്കുന്നതിനാവശ്യമായിട്ടുള്ള, മെയിൻ്റെനൻസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നതൊക്കെ തന്നെയും പ്രധാനപ്പെട്ട റോഡുകളുടെ ചിത്രങ്ങളാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിക്കൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടു കൂടി എല്ലാ റോഡുകളും മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടി നഗരസഭ തയ്യാറാകണം. പൊന്നാനിയിലെ പ്രധാന റോഡുകളെല്ലാം തകർന്നു കിടന്നിട്ടും കാര്യമായ ഇടപെടൽ നടത്താൻ സാധിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു.